ഓ, ട്രെൻഡിങ് 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 എവിടെ നോക്കിയാലും ട്രെൻഡിങ്. ഇപ്പോൾ ട്രെൻഡിങ് മസ്ക ബണ്ണാണല്ലോ. മസ്ക ബണ്ണും ഇറാനി ചായ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ പിള്ളേർക്ക് ആഗ്രഹം ഇറാനി ചായയും മസ്ക ബണ്ണും കഴിക്കണം. അപ്പോൾ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നേക്കുന്ന സാധനമാണ്. ഇതിങ്ങളാണെങ്കിൽ അത് ചെയ്ത് തന്നെ ഒന്നുള്ള ഒരേ ഒരു വാശിയിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം ഒരു ബട്ടറും വാങ്ങിച്ചിട്ടുണ്ട്, 8 ബണ്ണും വാങ്ങിച്ചിട്ടുണ്ട്. ബട്ടർ എടുത്തിരിക്കണം, ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിരിക്കണം, പിന്നെ ഒരു മിൽക്ക് മെയ്ഡ്. ഇതാണ് വാങ്ങിച്ചിരിക്കുന്ന ബണ്ണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മുടെ ബട്ടർ ആദ്യം പൊട്ടിച്ചിടാം. ബട്ടർ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ ആയിരിക്കണം, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഉപ്പും മധുരവും കൂടി ആകുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയി പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ആദ്യം ബട്ടർ അങ്ങ് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച കണ്ടൻസ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മിൽക്ക് മെയ്ഡ് എന്നുള്ള ഇതല്ല, അമൂലിൻ്റെ മിഠായി മീറ്റ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണലാണ്, ഞാൻ ചേർത്തില്ല. പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ കൂടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ചേർത്തിട്ടില്ല. ഈ കണ്ടൻസ് മിൽക്കും ബട്ടറും മാത്രമേ എടുത്തുള്ളൂ. നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മധുരവും ബട്ടറും കൂടെ ശരിക്കും മിക്സായ വന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ബീറ്ററൊന്നും ഇല്ലാത്ത കാരണം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്ററോ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിട്ട് മിക്സ് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് കിട്ടും. നല്ല കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിരിക്കും. അപ്പം അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതേപോലെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ബണ്ണൊന്ന് നൈസായിട്ടൊന്ന് സെൻട്രൽ വെച്ച് കട്ട് ചെയ്ത് ഇതേപോലെ പിടിപ്പിച്ചെടുക്കരുത്, ഒരു ഇതേപോലത്തെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മുടെ ക്രീം നമ്മൾ ശരിക്കും നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ക്രീം തേക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ചെടുക്കണം, തിക്കായിട്ട്. എന്നിട്ട് ഈ ബണ്ണ് അടച്ചിട്ട് അതിൻ്റെ സൈഡിലും നമ്മൾ ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത്രയും ഉള്ളു നമ്മുടെ ഈ മസ്ക ബണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഈ സാധനം കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ എറണാകുളത്ത് എന്താ തിരക്കെന്നറിയാമോ? എൻ്റെ പൊന്നു, തിരക്കെന്ന് വെച്ചാൽ പറഞ്ഞാൽ അന്യ തിരക്ക. MLAയുടെ ശുപാർശക്കത്ത് കൊടുത്താൽ പോലും കിട്ടൂല, അതിന് മാത്രം തിരക്ക സ്റ്റേഡിയത്തിൻ്റെ പുറകിലൊക്കെ. ഞാൻ ആദ്യം തിരക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ എന്താ അവിടെ സംഭവം, വല്ല എന്തെങ്കിലും ഷൂട്ടിങ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു അമ്മാതിരി. അതായത് ബീവറേജിൻ്റെ വാതിക്ക്, ശരിക്കും പറഞ്ഞാൽ ബീവറേജിൻ്റെ വാതിക്ക് നിൽക്കണ പോലെയാണ് ഈ ബണ്ണ് കഴിക്കാൻ വേണ്ടി അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അത്രയ്ക്ക് ട്രെൻഡിങ് ആണ് ഈ സംഭവം. ഇപ്പം സകലമാന മുക്കും മൂലയിലും മസ്ക ബണ്ണും ഇറാനി ചായയുമാണ് ഇപ്പോൾ കച്ചവടം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്പോൾ ഇതേപോലെ എല്ലാ ബണ്ണിലും ഒന്ന് തേച്ച് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഈ ബണ്ണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വീറ്റായിട്ടുള്ള ബണ്ണാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേ സാധാരണ ബണ്ണ് കിട്ടിയില്ല. ഇപ്പോൾ ഇത് പള്ളികളിലൊക്കെ നേർച്ചയായി കൊടുക്കുന്ന ബണ്ണില്ലേ, അതാണ് കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ബണ്ണ് വാങ്ങിക്കുമ്പോഴത്തേനും മധുരം ഇല്ലാത്ത വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ മധുരം ഇല്ലാത്ത ബണ്ണിൽ കഴിക്കുമ്പോഴാണ് കുറേ കൂടി അടിപൊളിയാവുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അത് ശരിക്കുള്ള മസ്കാനി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ശരിക്കും ബട്ടറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഈ ക്രീമൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കടയിൽ കഴിച്ചത് ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാനിൽ ബട്ടർ ഒഴിച്ച് അതൊന്ന് ബട്ടർ ഒഴിച്ചിട്ട് ആ ബട്ടർ മെൽറ്റായി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ആ ബണ്ണ് കട്ട് ചെയ്ത വശമൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണമെങ്കിൽ കുറേ കൂടി ടേസ്റ്റി ആയിരിക്കും, അടിപൊളിയായിരിക്കും. പിന്നെ ഇറാനി ചായയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇറാനി ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിടാം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ
കഴിഞ്ഞ ദിവസം കടയിൽ കയറിയിട്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ച് കഴിച്ചു. അത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം, പപ്പ വാങ്ങിച്ച് കഴിച്ചു, എന്നാൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്തതാണ് ഈ റെസിപ്പി. അപ്പോൾ എൻ്റെ ഈ ചെറിയ റെസിപ്പി, വലുതെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊക്കെ ചെയ്യുമ്പോൾ ചെറുതാണല്ലോ, വലുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ വലിയ റെസിപ്പി, ഞാൻ ചെയ്യുമ്പോൾ ചെറിയ റെസിപ്പി. അപ്പോൾ ഈ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ അവർക്കും കാണാനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നല്ല ഫുഡിൻ്റെയും മറ്റുള്ളതായിട്ടുള്ള പല പല വീഡിയോസുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ബൈ.